നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതാ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കുള്ളത്. അല്ല, ആദ്യം നമുക്ക് മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് പറയാം. എന്താണ് മാർക്കറ്റ് റിസർച്ച്, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ് റിസർച്ച് എന്ന് പറയാം? റീസെർച്ച് ചെയ്യുകയാണല്ലേ. ഓൾറെഡി ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ് റിസർച്ച് എന്ന് പറയാം. അപ്പൊ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് മാർക്കറ്റ് റിസർച്ചിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞത്, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത്, ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തഡോളജിയാണ്. എന്താണ് ചെയ്യുന്നത്? ഇവിടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗാദർ ചെയ്യുന്നു, അത് അനാലിസിസ് ചെയ്യുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ആ റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്തിനെ കുറിച്ച്? നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ച്, എന്താണോ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, അതിനെ അനാലിസ് ചെയ്യുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസ്യൂമറിനെ പ്രൈമറി ആക്കി വെച്ചുകൊണ്ടാണ് കൺസ്യൂമറിന് ഇതുകൊണ്ട് എന്താ കിട്ടുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് നടക്കുക. അപ്പോൾ ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്, എന്താണ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. And the first stage we define the research problem. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ ഇരിക്കല്ലേ, കുറച്ചു നേരം പോയിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യല്ലേ, അങ്ങനെയല്ല. നമുക്ക് എന്തിനു വേണ്ടി, why we conduct the market research, what are the main objective behind to conduct the market research, we must define it. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടു സ്റ്റാർട്ട് എ മാർക്കറ്റ് റിസർച്ച് ഈസ് ദാറ്റ് ഡിഫൈൻ ദ റിസർച്ച് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്. റിസർച്ച് പർപ്പസ് ഒബ്ജക്റ്റീവും ഡിഫൈൻ ചെയ്യണം. Once we finalize the research purpose and objective, we can next go for the market research ന്റെ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകും. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് ഡാറ്റ. അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ പോകും. സോറി, അനാലിസിസ് ഓഫ് ഡാറ്റ അല്ല, ഡാറ്റ കളക്ട് ചെയ്യും. നമുക്ക് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫാക്ട്സുകളാണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്, ദാറ്റ് മീൻസ് വിച്ച് ഹാവ് നോ മീനിങ് അല്ലെ. ഇൻഫോർമേഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പോകും. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് സോഴ്സുകൾ ഉണ്ടാവും. പ്രൈമറി സോഴ്സ് ഉണ്ടാവും, സെക്കൻഡറി സോഴ്സ് ഉണ്ടാവും. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഡാറ്റാസ് ക്വസ്റ്റ്യനെയറോ സർവേക്ക് വെച്ച് നമ്മൾ ഡാറ്റ കളക്ട് ആണ് പ്രൈമറി ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡറി ഡാറ്റ സോഴ്സ് നമ്മുടെ കോമ്പറ്റീറ്റീവ്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഓൾറെഡി കളക്ട് ചെയ്ത് പബ്ലിഷ് ആയിട്ടുള്ള ഡാറ്റാസിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ സെക്കൻഡറി ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ആദ്യം അതിനോട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതിന് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, കോസ്റ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യും. ഈ സെക്കൻഡറി ഡാറ്റ നമ്മളുടെ മാർക്കറ്റ് റിസർച്ചിന് ആഡ്വക്കേറ്റ് അല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും പ്രൈമറി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. അത് സർവേസിലൂടെയും എക്സ്പീരിമെന്റിലൂടെയും ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്യും. പക്ഷെ ഇതൊരു ടൈം കൺസ്യൂം ആയിട്ടുള്ള കോസ്റ്റ്ലി പ്രോസസ് ആണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ ഗാദറിംഗ് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതായത് ക്വസ്റ്റ്യനെയർ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. വൺസ് നമ്മൾ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അനാലിസിസ് ചെയ്യും. അനാലിസിസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ആ റോ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, മീനിങ് ഫുൾ ആയിട്ടുള്ള ഡാറ്റയാക്കി മാറ്റി ഇന്റർപ്രറ്റ് ചെയ്യും. ആ റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ആക്ഷനുകളാക്കി മാറ്റും. റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ് നമ്മൾ ആക്ഷൻസ് ആക്കി മാറ്റും. അതായത് മാർക്കറ്റിംഗ് പ്ലാൻസ്, പ്രൊഡക്റ്റ് പ്ലാന്, പ്രൈസ് പ്ലാന്, പ്രൊമോഷൻ പ്ലാന്, അതുപോലെ പ്ലേസ് പ്ലാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വിൽക്കണം, ഏത് പ്രൈസിന് വിൽക്കണം, എന്ത് പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കും. അതാണ് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നമ്മൾ ആക്ഷൻ ആക്കി മാറ്റുക എന്ന് പറയുന്നത്. ഇതാണ് മാർക്കറ്റ് റിസർച്ചിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ച് ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ ടാർഗറ്റ് മാർക്കറ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൺസ്യൂമറിൽ നിന്ന് ഫീഡ്ബാക്സ് കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവർക്ക് എങ്ങനത്തെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സർവീസ് ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ഓൺട്രപ്രണർക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ
സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ആരാണോ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അവർ കൺസ്യൂമറിന് വേണ്ടത് ചെയ്തുകൊണ്ട് വരുന്ന അവർ മുന്നോട്ട് കയറി പോകും എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്.